രാജ്യത്ത് അതിവേഗം വളരുന്ന കായിക വിനോദമായ പിക്കിൾ ബോൾ തൃശ്ശൂരിൻ്റെ കോർട്ടിലുമെത്തി. പുഴയ്ക്കൽ കിണറ്റിങ്കൽ ടെന്നീസ് അക്കാദമിയിൽ നടന്ന ജില്ലയിലെ ആദ്യ ടൂർണമെൻറ്റിൽ 100-ലേറെ പേർ കളത്തിലിറങ്ങി. പിക്കിൾ ബോൾ ആരോഗ്യത്തിനും ആനന്ദത്തിനും എന്ന മുദ്രാവാക്യവുമായി തൃശ്ശൂർ ഡിസ്ട്രിക്ട് പിക്കിൾ ബോൾ അസോസിയേഷനും തൃശ്ശൂർ ടെന്നീസ് ട്രസ്റ്റും ചേർന്നാണ് ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചത്. വർദ്ധിച്ചു വരുന്ന ഗെയിമാണ് പിക്കിൾ ബോൾ. രാജ്യത്തിപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത 60,000-ഓളം കളിക്കാരുണ്ട്. വിനോദത്തിന് വേണ്ടി കളിക്കുന്നവർ അതിൻ്റെ 10 മടങ്ങ് വരും. പിക്കിൾ ബോൾ എന്നുള്ള കളി അമേരിക്കയിൽ 1965 തുടങ്ങിയതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പേര് വന്നതെന്നുള്ളത് എല്ലാവർക്കും വലിയ തർക്കമാണ്. ചിലർ പറയുന്നത് അവിടുത്തെ ബെയിൻബ്രിഡ്ജ് എന്ന ഐലൻഡിലെ ഈ ഫിഷിംഗ് ബോട്ടിലെ അവസാനം വരുന്ന ബോട്ടിനാണ് പിക്കിൾ ബോട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഐലൻഡിൽ ഇത് ഫോം ചെയ്തുകൊണ്ട് അവർ ഈ കളിയെ പിക്കിൾ ബോൾ എന്നുള്ള പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. കേരളവും ഒട്ടും പിന്നിലല്ല. ഇക്കൊല്ലം സംസ്ഥാനത്ത് 3 ടൂർണമെന്റ് നടന്നു കഴിഞ്ഞു. ഇത് ഡെവലപ്പ് ആയി വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. ഞാൻ ഇനിയും തുടർന്നും ചില വർഷങ്ങൾ ഈ കളിക്കുന്നതായിരിക്കും. എനിക്കിപ്പോൾ 71 വയസ്സായി. ഐ സ്റ്റിൽ കണ്ടിന്യൂ പ്ലേ പിക്കിൾ ബോൾ ആൻഡ് ടെന്നീസ്. പിക്കിൾ ബോളിന്റെ ജനപ്രീതിക്ക് പല കാരണങ്ങളുണ്ട്. ഏത് പ്രായത്തിലുള്ളവർക്കും കളിക്കാമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 80 വയസ്സിന് മുകളിലുള്ളവർക്കും കളത്തിലിറങ്ങാനാകും. അതുകൊണ്ട് തന്നെ മുത്തച്ഛന്മാരും മുത്തശ്ശികളും പേരക്കുട്ടികളുമായി കളിക്കുന്നത് സാധാരണയാണ്. ഇത് എ ഫാമിലി ഗെയിമാണ്. ബിഗിനേഴ്സിന് കളിക്കാം, ഇൻ്റർമീഡിയറ്റ് കളിക്കാം, അഡ്വാൻസും കളിക്കാം. പിന്നെ ഇറ്റ്സ് എ സ്പോർട്ട് ഓഫ് റാക്കറ്റ് സ്പോർട്ടാണ്. 3 സ്പോർട്സ് കളിക്കുന്നവർക്ക് സുഖമായിട്ട് ഈ സ്പോർട്ടിൽ കളിക്കാം. ഗെയിം വളരെ പിക്കപ്പ് ചെയ്യുന്നു. തൃശ്ശൂരിൽ ഇപ്പോൾ നല്ല റെസ്പോൺസാണ്. പീപ്പിൾ ആർ എൻജോയിങ് ഇറ്റ് ആൻഡ് നല്ലൊരു മൂവ്മെൻറ്റ് വരും എന്നാണ് ഞങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻ. പഠിച്ചെടുക്കാനും എളുപ്പമാണ്. അരമണിക്കൂർ പരിശീലിച്ചാൽ സാമാന്യം നന്നായി കളിക്കാം. നല്ല വ്യായാമം നൽകുന്ന ഈ കളി ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാനും പ്രയോജനപ്പെടും. ടെന്നീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങൾ കോച്ചിങ് കഴിഞ്ഞിട്ടേ നമുക്കതൊരു ടൂർണമെൻറ്റ് കളിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ ഇറങ്ങി നേരെ കളിക്കണവർ വരെ ഉണ്ടാവും. എന്നുവെച്ചാൽ ഒട്ടും പ്രാക്ടീസ് ഇല്ലാണ്ട് വരെ കളിക്കണവരുണ്ടാവും. പണ്ട് ജിമ്മിൽ നിന്നായിരുന്നേ, ഇപ്പോൾ പിന്നെ കളിക്കുന്നുണ്ട്. ഞങ്ങളുടെ മാക്സിമം കളിക്കുന്നുണ്ട്. ഇപ്പോൾ 3 days ആയിട്ടുള്ളൂ ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോഴേക്കും കിട്ടുന്നുണ്ട് കളിക്കാനൊക്കെ. എളുപ്പമുണ്ട്, നല്ല രസമുണ്ട്. കളി ഉപകരണങ്ങൾക്ക് വലിയ ചിലവില്ല. ഇൻഡോർ കോർട്ട് വേണമെന്നില്ല, ചെറിയ സ്ഥലം മതിയാകും. ഷട്ടിൽ ബാഡ്മിൻ്റൺ കോർട്ടിന്റെ അതേ വിസ്തീർണമാണ് പിക്കിൾ ബോളിനും വേണ്ടത്. ടെന്നീസിനെ പോലെ താഴ്ത്തി കെട്ടിയ നെറ്റാണ് ഉപയോഗിക്കുന്നത്. നടുക്ക് 34 ഇഞ്ചും വശങ്ങളിൽ 36 ഇഞ്ചും പൊക്കമുണ്ടാകും. ടെന്നീസ് ബോളിനേക്കാൾ വലിപ്പമുള്ള നിറയെ ദ്വാരങ്ങളുള്ള പ്ലാസ്റ്റിക് ബോളുകളാണ് പിക്കിൾ ബോളിൻ്റേത്. പന്ത് തട്ടാനുള്ള റാക്കറ്റിനെ പാഡിൽ എന്ന് വിളിക്കുന്നു. ഒരു തരത്തിൽ നോക്കിയാൽ ടെന്നീസിന്റെയും ബാഡ്മിൻ്റന്റെയും ടേബിൾ ടെന്നീസിന്റെയും മിശ്രിതമാണ് ഈ കളിയെന്ന് പറയാം. എന്നാൽ പിക്കിൾ ബോളിന് മാത്രമായി ചില നിയമങ്ങളുണ്ട്. കിച്ചൺ നിയമം, ഇരട്ട ബൗൺസ് നിയമം, അണ്ടർഹാൻഡ് സെർവ് എന്നിവയാണ് അവയിൽ പ്രധാനം. കിച്ചൺ റൂൾ എന്ന് പറഞ്ഞാൽ ആ നെറ്റിൻ്റെ 2 സൈഡിലായിട്ട് 7 അടി വലുപ്പത്തിലുള്ള ഒരു ഏരിയ ഉണ്ട്. അതിനാണ് കിച്ചൺ എന്ന് പറയുന്നത്. അവിടെ അതിനകത്ത് കടന്നിട്ട് ഈ ബോൾ അടിക്കാൻ പാടില്ല. ഷട്ടിലിൽ എവിടെ വേണമെങ്കിൽ അടിക്കാം, ടെന്നീസിൽ എവിടെ വെച്ചിട്ട് അടിക്കാം. പക്ഷേ പിക്കിൾ ബോളിൽ ഈ കിച്ചൺ ഏരിയയുടെ ഉള്ളിൽ കടന്ന് ബോൾ എയറിൽ അടിക്കാൻ പാടില്ല. അതാണ് കിച്ചൺ റൂൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റൂള് ഡബിൾ ബൗൺസ് റൂളാണ്. അതായത് ബോൾ നമ്മൾ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ കോർട്ടിൽ ഒരു പ്രാവശ്യം കുത്തി അയാൾ റിട്ടേൺ ചെയ്തിട്ട് ഈ കോർട്ടിൽ വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് കുത്തി മാത്രമേ പിന്നെ ബോൾ എയറിൽ അടിക്കാൻ പാടുള്ളൂ. ബാക്കി കുത്തിയിട്ട് എപ്പോഴും അടിക്കാം. എയറിൽ അടിക്കണമെങ്കിൽ 2 പ്രാവശ്യം കുത്തിയിട്ട് വേണം അടിക്കാൻ പാടുള്ളൂ. അങ്ങനെ 2 നിയമങ്ങളാണ് ഈ മറ്റുള്ള കളികളിൽ ഇല്ലാത്ത പിക്കിൾ ബോളിന് മാത്രമായിട്ടുള്ള കളി. 2 പോയിന്റ് വ്യത്യാസത്തോടെ ആദ്യം 11 പോയിന്റ് കിട്ടിയ ടീമാണ് വിജയിക്കുക. അപ്പോൾ എങ്ങനാ, പാടിൽ കയ്യിലെടുക്കുമല്ലേ? നമുക്ക് പറന്ന് കളിക്കാന്നേ. ക്യാമറമാൻ പ്രവീണിനൊപ്പം KB ലിബീഷ്, TCV.